ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപോഡ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാർ. ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് പോയം കമ്പാരിസൺ ആട്ടോ മക്കളെ. പോയം കമ്പാരിസൺ നിങ്ങൾ +2 എക്സാമിൽ 8 മാർക്കാണ് മക്കളെ. എത്ര മാർക്കാണ് പറ? 8 മാർക്ക് ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ സാർ എങ്ങനെയാണ് പോയം കമ്പയർ ചെയ്യുക? ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചത് അപ്രീസിയേഷൻ എഴുതാനാട്ടോ. ഞങ്ങൾ പഠിച്ച കവിതക്ക് +1 പഠിച്ചതോ പഠിക്കാത്തൊരു കവിതക്ക് എന്ത് ചെയ്യാൻ അപ്രീസിയേഷൻ ചെയ്താണ്. ഇനി +2 എങ്ങനെയാണെന്ന് അറിയോ സാറേ? ഞങ്ങൾ പഠിച്ചൊരു കവിത എങ്ങനെയാണെന്ന് അറിയോ? പഠിക്കാത്തൊരു കവിതനായിട്ട് കമ്പയർ ചെയ്യാനാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ സാർ എങ്ങനെ കമ്പയർ ചെയ്യുക? നിങ്ങൾ പേടിക്കണ്ട, ഞാനല്ലേ കൂടെ കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ദ ഫേമസ് പോയം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒന്നാമത്തെ ഒരു കവിത ഉണ്ടല്ലോ, ഏതാണ് പറ? എനി വുമൺ അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ എഴുതാട്ടോ, എനി വുമൺ. ഏത് എഴുതിക്കോളൂ കേട്ടോ. എനി വുമൺ റിട്ടൺ ബൈ ദ ഫേമസ് പോയറ്റ്. ആളെ പേരെന്താ പറ? കാതറിൻ ടൈനാൻ ആണ് എഴുതിയിട്ടുള്ളത്. അറിയാലോ നമുക്കല്ലേ. tells us about the importance of എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് എ വുമൺ ഇൻ എ ഫാമിലി അല്ലേ. സ്ത്രീയുടെ പ്രാധാന്യം ഇൻ എ ഫാമിലി, ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് എന്ത് പറയുന്നത്? ആ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അല്ലേ. ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ എന്ന് പറഞ്ഞാൽ മതി. ഇൻ ഇറ്റ് ദ സെക്കൻഡ് പോയം. അപ്പൊ സെക്കൻഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കവിത തന്നിട്ടുണ്ടാവും. ആ കവിതയുടെ പേര് എന്ത് ചെയ്യുക? ഇവിടെ എഴുതി വെക്കുക. നെയിം ഓഫ് പോം. നെയിം ഓഫ് പോം ഇവിടെ എഴുതി വെക്കുക. നെയിം ഓഫ് ദി പോയം എഴുതി വെക്കുക. റിട്ടൺ ബൈ, ഓദറിന്റെ പേര് എവിടെ നിന്നുണ്ടാവും? പോയറ്റിന്റെ പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് ഇവിടെ എഴുതി വെക്കുക. പോയറ്റ്സ് നെയിം എഴുതി വെക്കുക. ടോക്സ് അബൌട്ട്, എന്തിനെ കുറിച്ചാണോ പറയുന്നത് എന്നുള്ളത് ആ കവിത നമ്മൾ ചുമ്മാ വായിച്ചു നോക്കുന്ന സമയത്ത് ചെറിയൊരു ഐഡിയ കിട്ടും. അത് അവിടെ എഴുതി വെക്കുക. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമ്മൾ തള്ളി മറിക്കാൻ വേണ്ടി പോവാട്ടോ. Both the poems are arranged well. രണ്ട് കവിതയും മനോഹരമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് റൈറ്റേഴ്സ് ട്രൈ ടു മേക്ക് their creations attractive. രണ്ട് കവികളും അവരുടെ പോയംസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? വളരെ മനോഹരമായിട്ടാണ്. ആൻഡ് റൈറ്റേഴ്സ് ട്രൈ ടു മേക്ക് ദെയർ ക്രിയേഷൻസ് അട്രാക്റ്റീവ്. അവരുടെ ക്രിയേഷൻസ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഒരു പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇൻ ദ ഫസ്റ്റ് പോയം, ഏതാണ് ഫസ്റ്റ് പോയം? എനി വുമൺ എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോയട്ടോ. ദ പോയറ്റ് ഹാസ് യൂസ്ഡ്, അതില് കവി എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻ ദ ഫസ്റ്റ് പോയം, ആദ്യത്തെ കവിതയിൽ ദ പോയറ്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ്. ഒരുപാട് ചിന്തകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അമ്മ പില്ലറാണ് അല്ലേ, അമ്മയാണ് അതിന്റെ നെടുന്തൂണ്, അമ്മ അല്ലെങ്കിൽ ഒന്നായിട്ട് വീട് തകർന്നു പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കറിയില്ലേ. അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് ഇൻസ്പയറിംഗ് ലൈൻസ്, പ്രചോദനം നൽകുന്ന വരികളും. അമ്മ പറയുന്നുണ്ടല്ലോ അല്ലേ, നോട്ട് ടു ടേക്ക് മീ അവേ ടിൽ മൈ ചിൽഡ്രൻ ഗ്രോ. എന്റെ കുട്ടികൾ വലുതാകുന്നവരെ എന്റെ ദൈവമേ നീ തിരിച്ചു പിടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇൻസ്പയറിംഗ് ലൈൻസ് ഓൺ എന്തിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്? എന്തിനെ കുറിച്ചാണ് പറ? ഇമ്പോർട്ടൻസ് ഓഫ് റോൾ ഓഫ് വുമൺ അല്ലേ. റോൾ ഓഫ് വുമൺ ഇൻ എ ഫാമിലി, ഒരു സ്ത്രീയുടെ റോളിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വി കാൻ ഷട്ട് അവർ ഐസ്, നമുക്ക് നമ്മുടെ കണ്ണടക്കാൻ പറ്റൂല. അഗെയിൻസ്റ്റ് ദ ഗുഡ് നാച്ചർ ഓഫ് ദിസ് പോയം, ആ കവിതന്റെ നന്മക്കെതിരെ നമുക്ക് കണ്ണടക്കാൻ പറ്റൂല. വളരെ നന്മയുള്ള ഒരു കവിതയായിരുന്നു ഇത്, ആ കവിത അല്ലേ. സി ദ പോയം, ദ ലാംഗ്വേജ് ഓഫ് ദ പോയം, ആ കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് is highly philosophical. ഉയർന്ന തത്വചിന്തകൾ നിറഞ്ഞതാണ് മക്കളെ. ഉയർന്ന തത്വചിന്തകൾ നിറഞ്ഞതാണ്. തള്ളി മറിക്കാട്ടോ. ഇൻ ടോൺ, അതിന്റെ രീതി വെച്ച് നോക്കുമ്പോൾ മോർ ഓവർ കൂടാണ്ട് ഇറ്റ് ഹാസ് മെനി ലൈൻസ്. അതിന് ഒരുപാട് വരികളുണ്ട്. 4 വരിയല്ലല്ലോ, ഒരുപാടുണ്ടല്ലോ. when we read, നമ്മൾ വായിക്കുമ്പോൾ we can easily understand what the poem is saying. ഈ കവിത എന്താണ് പറയുന്നത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? കഴിഞ്ഞിട്ടില്ല. In his poem the poet beautifully shows that അല്ലേ. ഈ കവിതയില് ഏത് കവിതയെ കുറിച്ച് നമ്മൾ ഈ പറയുന്നത്? നമ്മൾ പഠിച്ച കവിത അല്ലേ അത്. കാതറിൻ ടൈനാൻ ആവുമ്പോ ഇൻ ഹെർ പോയം എന്നാട്ടോ. ഹിസ് എന്നുള്ള എന്തായി മാറും പറ? ഹെർ. ഇൻ ഹെർ പോയം ദ പോയറ്റ് ബ്യൂട്ടിഫുള്ളി ഷോസ് ദാറ്റ്, നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ അതിന്റെ സമ്മറി എഴുതി വെക്കൂലേ ചെറുതായിട്ട് അല്ലേ. വുമൻ ഈസ് ദ പില്ലർ ഓഫ് ദി ഹൗസ് അല്ലേ. വുമൻ ഹോൾസ് ഹെർ ചിൽഡ്രൻ അല്ലേ. ഹോൾസ് ദർ ചിൽഡ്രൻ ഇൻ ഹെർ ലവ് അല്ലേ. അവരുടെ സ്നേഹത്തിൽ എന്ത് ചെയ്യാണ്? അവരുടെ കുട്ടികൾ എന്ത് ചെയ്യാണ്? ഹോൾഡ് ചെയ്യാണ്. മാത്രല്ല ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ് വിത്ത് ദ മദർ അല്ലെ. അമ്മന്റെ അടുത്ത് വന്നുകൊണ്ടാണ് നിന്ന് കുട്ടികൾ അവരുടെ കൈകൾ ചൂടാക്കുന്നത് അല്ലെ. ഷീ ഈസ് ദ കീ സ്റ്റോൺ ഓഫ് ദി ഹൗസ്, അവളാണ് വീടിന്റെ മൂലക്കല്ല് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പോയിന്റ്സ് ഇല്ല, അത് എഴുതി കൊടുക്കുക. എന്നിട്ടോ അതിന്റെ എൻഡിൽ എന്താ പറയുന്നത്? ഷീ പ്രേസ് ടു ഗോഡ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നോട്ട് ടു ടേക്ക് ഹെർ ടിൽ ഹെർ ചിൽഡ്രൻ ഗ്രോ അല്ലെ. കുട്ടികൾ വളരുന്നത് വരെ എന്ത് ചെയ്യുന്നില്ല. ആൻഡ് ഫൈനലി എഴുതിക്കുക, വുമൺ ഈസ് ദ അൺഡൈയിങ് സിമ്പിൾ ഓഫ് അൺഡൈയിങ് ലവ് അല്ലെ. മരിക്കാത്ത സ്നേഹത്തിന്റെ ഒരു സിമ്പിളാണ് ആര്? അമ്മ എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ത് ചെയ്യുക ഇവിടെ എഴുതി കൊടുത്തതിന് ശേഷം
അപ്പൊ തന്നെ അത്യാവശ്യം പേജ് ആയി ഉണ്ടാവും കേട്ടോ. ഇൻ ദ സെക്കൻഡ് പോയം ദ പോയറ്റ് നരേറ്റ്സ് ദാറ്റ് നമ്മളെ പുസ്തകത്തിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന കവിത ഉണ്ടാവില്ലേ, അതിൽ കവി എന്ത് പറയുന്നു എന്നുള്ളതിന് ചെറിയൊരു സമ്മറി, ബ്രീഫ് സമ്മറി എന്ത് ചെയ്യുക ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ. ബ്രീഫ് സമ്മറി ഇവിടെ എന്ത് ചെയ്യുക എഴുതി കൊടുക്കുക. ഇനി അറിയില്ലെങ്കിൽ ആ വരെങ്കിലും നല്ല വൃത്തിക്ക് എഴുതി വെച്ചാൽ മതി കേട്ടോ. അറിയാത്ത കുട്ടികൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, സമ്മറി എഴുതി കൊടുക്കണം. ദ റൈമിംഗ് സ്കീം ഓഫ് ദ പോം. അപ്പൊ നമുക്ക് തന്ന കവിത ഉണ്ടാവില്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ, തരാത്തതിനെ കുറിച്ച് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ, മറന്നുണ്ടാവുമല്ലോ, നമ്മൾ അങ്ങനെ ഓർത്ത് വെക്കലില്ലല്ലോ പൊതുവേ. അപ്പൊ തന്ന പോയതിന് റൈമിംഗ് സ്കീം നോക്കിയാൽ തന്നെ കിട്ടൂലേ. അപ്പൊ അതിന് റൈമിംഗ് സ്കീം എഴുതി വെക്കുക, റൈമിംഗ് വേർഡ്സ് അതിലുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. വി ക്യാൻ ഓൾസോ സീ സം പോയറ്റിക് ഡിവൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സച്ച് ആസ് അലിട്രേഷൻ ഉണ്ടോ നോക്കുക, അല്ലെ അലിട്രേഷൻ അസറൻസ് ഒക്കെ അറിയില്ലേ. ഇനി അതിനെക്കുറിച്ച് വീഡിയോ നിങ്ങൾക്ക് നമ്മളെ പോയത്തിന്റെ വീഡിയോ ക്ലാസ് ഉണ്ടാവില്ലേ, അല്ലെ അലിട്രേഷൻ എന്താണ് അസറൻസ് എന്താണെന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്താലേ, അസറൻസ് പറഞ്ഞാലോ വൊവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്താൽ കേട്ടോ അത് എഴുതി വെക്കുക. പേഴ്സോണിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. വിച്ച് ആഡ് എ സ്പെഷ്യൽ ബ്യൂട്ടി ടു ദിസ് പോയം, അത് ഈ കവിതയ്ക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. ദ പോയം ഈസ് റിയലി റിച്ച് വിത്ത് വണ്ടർഫുൾ ഇമേജസ്, ഈ കവിത വളരെ മനോഹരമായ ഇമേജുകൾ കൊണ്ട് സമ്പന്നമാണ്. ലൈക്ക് സച്ച് ആസ് വിഷ്വൽ ഇമേജ്, ഈ കാണാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി ഇവിടെ എഴുതി വെക്കുക കേട്ടോ. ഓഡിറ്ററി ഇമേജ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ ഓഡിറ്ററി ഇമേജ് എന്ത് ചെയ്യുക അവിടെ എഴുതി വെക്കുക. മനസ്സിലായോ? അടുത്തത് ഇൻ ഷോർട്ട്, ചുരുക്കി പറയുകയാണെങ്കിൽ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. ഇതിൽ കാര്യം ഞാൻ ഈ പോയം കമ്പയർ ചെയ്ത് കഴിഞ്ഞു എന്ന് തെളിയിക്കുന്നത് ഇവിടെ കേട്ടോ. ചുരുക്കി പറയുകയാണെങ്കിൽ ബോത്ത് പോയംസ് ആർ അമേസിംഗ്, രണ്ടും സൂപ്പറാണ്. ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എക്സ്പ്രസ്ഡ് by the poets are amazing. രണ്ട് കവികളും കൂടെ എഴുതി വെച്ചുകൊണ്ടുള്ള ആ ഒരു എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന രീതി ഉണ്ടല്ലോ, പിടുത്തം വിട്ടൊരു രീതിയാണ് മക്കളെ, പിടുത്തം അമേസിംഗ് ആണ് കേട്ടോ. മാത്രമല്ല ദ ലാംഗ്വേജസ് യൂസ്ഡ് ഇൻ ദിസ് ടു പോംസ് ആർ സിമ്പിൾ. രണ്ടും ഉപയോഗിച്ച ലാംഗ്വേജ് എന്താണ് പറയാ, സിമ്പിൾ ആണെങ്കിലും ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ ഹൈലി ഫിലോസഫിക്കലാണ് നമ്മൾ പറഞ്ഞിരുന്നു, എന്നാലും എന്താണ് ഇത് പറ, സിമ്പിൾ ആണ്. ദ റൈറ്റേഴ്സ് ഹാവ് യൂസ്ഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇമേജറീസ്, വ്യത്യസ്ത തരത്തിലുള്ള ഇമേജറീസ് ആണ് കവികൾ എന്ത് ചെയ്തിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് ലാംഗ്വേജ് എലമെന്റ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ ടോൺ ഓഫ് ദ പോയം ഈസ് ഫൈൻ. ഈ കവിതന്റെ രീതി എന്ന് പറയുന്നത് എന്താണ് പറ, നല്ല ഫൈൻ, സൂപ്പർ ആണെന്ന്. ഐ തിങ്ക് ദീസ് ബോത്ത് പോംസ് ടെംപ്റ്റ് റീഡേഴ്സ്, അല്ലെ, രണ്ട് കവിതകളും കവികൾ വായിക്കുന്ന ആൾക്ക് എന്തുണ്ടാരോ ഒരു വല്ലാത്തൊരു ഊർജ്ജം നൽകുന്നുണ്ട് അല്ലെ. ചുമ്മാ നമ്മൾ വെറുതെ ഒന്ന് വായിച്ച പോലെയല്ല, നമുക്ക് എന്തോ ഒരു ഫീൽ ഗുഡ് എന്ത് ചെയ്യുന്നറിയോ ആ കവിത വായിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, തള്ളി മറിച്ചു വെച്ചിട്ടാണ്. 8 മാർക്കിന് എൻ്റെ മക്കളെ ഇത് നിങ്ങൾ എഴുതി വെച്ചാൽ കിട്ടും എന്നുണ്ടെങ്കിൽ വൈ യു വെയിറ്റ്, നിങ്ങൾ എന്തിനെന്ത് കാത്തിരിക്കണം, ഇത് പഠിക്കാണ്ട് നിങ്ങൾ എന്തിന് കാത്തിരിക്കണം, സ്റ്റഡി വെൽ, നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാ. ദിസ് ഇസ് മീ യുവർ ഷാഫിസ സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.